രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിടാൻ വിസമ്മതിച്ച് ബി.ജെ.പി. കൗൺസിലർ. പാലക്കാട് ശാസ്ത്രോത്സവം പരിപാടിയിൽ നിന്നാണ് നഗരസഭാ കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയത്. പരിപാടി നടക്കുന്ന സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു. ശാസ്ത്രമേളയിൽ നമ്മുടെ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. MLAയോടൊപ്പം വേദി പങ്കിടുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം സ്ത്രീ വിരുദ്ധത തൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നു മാത്രമല്ല, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റലൈസേഷൻ, അതായത് മോയിൻസ് ഗേൾസ് ഹൈസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പോളിസി എന്നാൽ രാഹുൽ മാങ്കൂട്ടം എന്ന സ്ത്രീ വിരുദ്ധനോടൊപ്പം വേദി പങ്കിടില്ല. അത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാട് ഒരു പ്രവർത്തക എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കും. അരുണാലത്തൂരിന്റെ റിപ്പോർട്ട് കാണാം. ഇന്ന് വൈകിട്ട് 4:30 പാലക്കാട് നഗരത്തിലെ മോയിൻസ് സ്കൂളിൽ കേരള സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത്. ആ ശാസ്ത്രോത്സവം നടന്ന പരിപാടിയുടെ വേദിയിൽ നിന്നാണ് ബി.ജെ.പിയുടെ കൗൺസിലർ ഇറങ്ങിപ്പോയത്. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തിയതോടുകൂടെ തന്നെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറും അതുപോലെ തന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ്. മിനി കൃഷ്ണകുമാർ പറഞ്ഞത്, ഈ രാഹുലിനെ പോലെ വളരെ സ്ത്രീവിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുമായി വേദി പങ്കിടാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ തന്നെ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പാർട്ടി രാഹുലുമായി യാതൊരു തരത്തിലും പാർട്ടിയുടെ നേതാക്കളോ പ്രവർത്തകരോ സഹകരിക്കില്ല എന്നുള്ളതാണ് നിലപാട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കരുത് എന്നുള്ള കൃത്യമായ താക്കീത് ബി.ജെ.പി. ഓരോ നേതാക്കൾക്കും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി പറഞ്ഞ നിലപാട് അംഗീകരിച്ചുകൊണ്ടുകൂടെയാണ് രാഹുൽ പങ്കെടുത്ത വേദിയിൽ നിന്നും താൻ ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് മിനി കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. അതേസമയം തന്നെ മോയിൻസ് സ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ കാലങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. അവിടുത്തെ ഒരുപാട് ക്ലാസ് മുറികൾ ഇപ്പോഴും പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പദ്ധതി ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ചതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടും ആ പദ്ധതി എങ്ങും എത്താതെ കിടക്കുന്നു. അതിലുള്ളൊരു പ്രതിഷേധം കൂടി താൻ രേഖപ്പെടുത്തുന്നു എന്നുള്ളതും മിനി കൃഷ്ണകുമാർ വ്യക്തമാക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇതേ ശാസ്ത്രോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണം പാലക്കാട് വെച്ച് നടക്കുന്ന ഒരു വേളയിലായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അന്ന് വന്നത്. അന്ന് ഈ രാഹുലിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ആദ്യം രാഹുലിന് പേരുണ്ടായിരുന്നു. പിന്നീട് രാഹുലിനെ കൊണ്ട് പങ്കെടുക്കേണ്ട എന്നുൾപ്പെടെ സർക്കാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷവും DYFI CPM ഒക്കെ രാഹുലുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല. രാഹുൽ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും അവിടെ തങ്ങൾ പ്രതിഷേധം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വേദിയിലും സർക്കാർ പരിപാടികളിലും രാഹുലിനെ സഹകരിപ്പിക്കില്ല എന്നൊക്കെയുള്ള നിലപാടായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിലും ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ മന്ത്രി MB രാജേഷും അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും ഒക്കെ രാഹുലുമായി വേദി പങ്കിട്ടു എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത്.